എല്ലാ വിദ്യാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററില് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗം നമ്മൾ തുടങ്ങി വെച്ചതാണ്. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ് വിഭജനത്തിന്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ. സാധാരണഗതിയിൽ മിനിമം ഒരു 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. മിക്കവാറും ഫസ്റ്റ് ടൈമിന് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. ഫസ്റ്റ് ടൈം എന്നതിലുപരി പബ്ലിക് എക്സാമിനും ഇത് എന്തെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായി പഠിക്കേണ്ട ഏറ്റവും എളുപ്പമായ ഒരു ഭാഗം കൂടിയാണ് വിഭജനത്തിന്റെ പ്രത്യാഘാതം. അപ്പോ നമുക്ക് പോസ്റ്ററിലേക്ക് പോവാം. കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലയളവിന്റെ പ്രത്യേകത പറയും. അതായത് മാനവ ചരിത്രം അന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച്, അതായത് ഇന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും അനാസൂത്രിതവും അതുപോലെ തന്നെ ദുരന്തപൂർണവുമായ മനുഷ്യ കൈമാറ്റം നടന്ന ഒരു വർഷമാണ്, ഇയറാണ് 1947. The first consequence of partition was the largest unplanned and tragic cancer of human population in the history of mankind. അതായത് 1947 കാലയളവിൽ മാനവ ചരിത്രം അന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുരന്തപൂർണവും അതുപോലെ തന്നെ അനാസൂത്രിതവും അല്ലെങ്കിൽ ഏറ്റവും വിശാലവുമായ മനുഷ്യ കൈമാറ്റം നടന്ന ഒരു കാലയളവാണ് 1947. ഇനി എവിടെയെല്ലാം അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് മനുഷ്യ കൈമാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും in 1947 people began to be transferred between India and Pakistan. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും, അതായത് മതത്തിന്റെ പേരിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യപ്പെട്ട ഒരു ഇയർ കൂടിയാണ് 1947. അപ്പൊ ഇങ്ങനെ പറയാം, മാനവ ചരിത്രം എന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും അനാസൂത്രിതവും ദുരന്തപൂർണവുമായ മനുഷ്യ കൈമാറ്റം നടന്ന ഒരു കാലയളവാണ് 1947. ഈ മനുഷ്യ കൈമാറ്റം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്ത് ചെയ്തു, ആൾക്കാരെ മതത്തിന്റെ പേരില് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെ? മനുഷ്യ കൈമാറ്റം ഉണ്ടായി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, there were large scale killings and atrocities on both sides of the border. അതായത് അതിർത്തിയുടെ ഇരുവശങ്ങളിലും, അതായത് ഇന്ത്യൻ സൈഡിലും പാകിസ്ഥാൻ സൈഡിലും എന്ത് ചെയ്തു, ആൾക്കാര് കൊന്നൊടുക്കപ്പെട്ടു അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങൾക്ക് എപ്പോഴും അവര് ഇരയായി മാറി. There were large scale killings and atrocities on both sides of the border. ഈ അതിർത്തിയുടെ ഇരുവശങ്ങൾക്കുള്ളിലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും പാകിസ്ഥാനകത്തും എന്ത് ചെയ്തു, നിരപരാധികളായ ആൾക്കാർ എന്ത് ചെയ്തു, അസംഖ്യം ആൾക്കാർ കൊന്നൊടുക്കപ്പെട്ടു അല്ലെങ്കിൽ അവർ ക്രൂര കൃത്യങ്ങൾക്ക് ഇരയായി. അത് മാത്രമല്ല, in the name of religion people began to be attacked and brutally killed people of other religious communities. മതത്തിന്റെ പേരിലാണ് എന്ത് ചെയ്തത്, ഒരു ഭാഗം മറുഭാഗത്തെ കൊന്നൊടുക്കിയിരുന്നത്, അല്ലെ? ഹിന്ദുക്കളെയും സിഖുകാരെയും എന്ത് ചെയ്തു, മുസ്ലിങ്ങളായ ആൾക്കാരെ കൊന്നൊടുക്കിയിരുന്നു. ഇനി മുസ്ലിങ്ങളായ ആൾക്കാരെ എന്ത് ചെയ്തു, ഹിന്ദുക്കളും സിഖുകാരും മതത്തിന്റെ പേരില് കൊന്നൊടുക്കി, അല്ലെ? ന്യൂനപക്ഷ എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊല്ലുന്ന ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാവുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ 1947 കാലയളവില് ഉണ്ടായി. അതിർത്തിക്ക് ഇരു സൈഡിലും അല്ലെങ്കിൽ ഇരുവശങ്ങളിലും ഇന്ത്യക്കകത്തും അതുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ പാകിസ്ഥാനിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ നമ്മള് കോൺസിക്വൻസസ് പരിശോധിച്ചാൽ ആദ്യം പറയുന്ന ഇതാണ്, മാനവ ചരിത്രം അന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും അനാസൂത്രിതവും ദുരന്തപൂർണവുമായ മനുഷ്യ കൈമാറ്റം നടന്ന ഒരു കാലയളവാണ് 1947 എന്നും ഈ മനുഷ്യ കൈമാറ്റം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും
മനുഷ്യ കൈമാറ്റം ഉണ്ടായി. അത് മാത്രമല്ല അതിർത്തിക്ക് ഇരുവശങ്ങളിലും അല്ലെങ്കിൽ അതിർത്തി രണ്ട് രാജ്യങ്ങൾക്കകത്തും എന്തുണ്ടായി? മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും അരങ്ങേറി. In the name of religion, people began to attack and brutally kill people of other religious community. ഒരു സമുദായത്തെ മറ്റൊരു സമുദായം മതത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? നിർദ്ദയം വധിക്കുന്ന ഒരു സ്ഥിതിവിശേഷ ഈ കാലയളവിലുണ്ടായി. Then intense communal riots took place in cities like Amritsar, Lahore and Kolkata. Then these places were divided into communal zones. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാലയളവിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ അല്ലെങ്കിൽ സിറ്റികളായ അമൃത്സർ, ലാഹോർ, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് വർഗീയ ലഹളകളുണ്ടായി. മാത്രമല്ല ഈ സ്ഥലങ്ങളെ സാമുദായിക മേഖലകളായിട്ട് എന്ത് ചെയ്തു? തിരിച്ചു. ഏതൊക്കെ പ്രദേശങ്ങളാണ്? ഇന്റൻസ് കമ്മ്യൂണൽ റയോട്ട്സ് took place in cities like അമൃത്സർ, ലാഹോർ ആൻഡ് കൊൽക്കത്ത. അമൃത്സർ, ലാഹോർ, കൊൽക്കത്ത തുടങ്ങിയ പ്രദേശങ്ങള് എന്ത് ചെയ്തു? സാമുദായിക മേഖലകളായിട്ട് തിരിച്ചു. ഇനി എന്താണ് ഈ സാമുദായിക മേഖല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ചാൽ നമുക്ക് പറയാം, ഒരു പ്രത്യേക വിഭാഗം താമസിക്കുന്ന സ്ഥലത്ത്. ഇപ്പോ മുസ്ലിം സ്റ്റേഡ് അവേ ഫ്രം പ്ലേസസ് വേർ ഹിന്ദുസ് ആൻഡ് സിഖ്സ് വേർ മെജോറിറ്റി. അതായത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആര് മാറി താമസിച്ചു? മുസ്ലിംസ് ഒഴിഞ്ഞുപോയി. അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി, അല്ലെ? ഇപ്പൊ ഒരു പ്രത്യേക പ്രദേശത്ത് ഈ പറയുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ, അവരെണ്ണത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ മുസ്ലിംസിന് താമസിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? ഈ ഹിന്ദുക്കളും സിഖുകാരും കൊന്നോളാം, അല്ലെ? മതത്തിന്റെ പേരിൽ അവരെ ആക്രമിക്കുന്ന, ഹൃദയം വധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ഈ പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്തു? കമ്മ്യൂണൽ സോൺസ് ആയിട്ട്, സാമുദായിക മേഖലകളായിട്ട് മാറി. ഇനി അതുപോലെ തിരിച്ചും സംഭവിച്ചു. ലൈക്ക് വൈസ് ഹിന്ദുസ് ആൻഡ് സിഖ് സ്റ്റേഡ് അവേ ഫ്രം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് സിഖുകാരും അതുപോലെ തന്നെ ഹിന്ദുക്കളും മാറി താമസിച്ചു. അപ്പൊ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നമ്മൾ ആദ്യം നോക്കിയത് ഈ മാനവ ചരിത്രം ഇന്നേവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ദുരന്തപൂർണവും അതുപോലെ തന്നെ അനാസൂത്രിതവും അതുപോലെ തന്നെ ഏറ്റവും വിശാലമായ ഒരു മനുഷ്യ കൈമാറ്റം നടന്ന കാലയളവാണ് 1947 എന്നും. ഈ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്ത് ചെയ്തു? ആൾക്കാരെ പലായനം ചെയ്തു, അല്ലെങ്കിൽ മനുഷ്യ കൈമാറ്റം ഉണ്ടായി. ഇനി അതിർത്തിയുടെ ഇരുവശങ്ങളിലും എന്ത് ചെയ്തു? മതത്തിന്റെ പേരില് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങൾ നിറഞ്ഞു. പിന്നെ in the name of religion people began to attack and brutally kill people of other religious community. അല്ലെ? ഒരു സമുദായത്തെ മതത്തിന്റെ പേരില് മറ്റൊരു സമുദായം എന്ത് ചെയ്യുന്നു? കൊന്നെടുക്കുന്ന ഒരവസ്ഥ ഈ കാലയളവിലുണ്ടായി. പിന്നെ ഈ സമയത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായ അമൃത്സർ, ലാഹോർ, കൊൽക്കത്ത ഈ സ്ഥലങ്ങൾ എന്ത് ചെയ്തു? കമ്മ്യൂണൽ സോൺസ് ആയിട്ട്, സാമുദായിക മേഖലകളായിട്ട് തിരിച്ചു. സാമുദായിക മേഖലകൾ എന്തുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മെജോറിറ്റി ഉള്ള അല്ലെങ്കിൽ അവർക്ക് ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ആർക്ക് താമസിക്കാൻ പറ്റത്തില്ല? മുസ്ലിംസിന് താമസിക്കാൻ പറ്റത്തില്ല. നേരെ തിരിച്ചുകൊണ്ടായി ലൈക്ക് വൈസ് ഹിന്ദുസ് ആൻഡ് സിഖ്സ് സ്റ്റേഡ് അവേ ഫ്രം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ്. മുസ്ലിങ്ങൾക്ക് ഡോമിനൻസ് ഉള്ള, അല്ലെ, മുനാധിപത്യമുള്ള അല്ലെങ്കിൽ ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഈ കാലയളവില് ഉണ്ടായി. ഇപ്പോ കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷനകത്ത് നമുക്ക് പറഞ്ഞതാണ്, മാനവ ചരിത്രം അന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരന്തപൂർണവും ഏറ്റവും വിശാലവും, അല്ലെ, ഒക്കെ അല്ലെങ്കിൽ അനാസൂത്രിതവുമായ ഒരു മനുഷ്യ കൈമാറ്റം നടന്ന വർഷമാണ് 1947 എന്നും. ഇരു രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്ത് ചെയ്തു? മനുഷ്യ കൈമാറ്റം ഉണ്ടായി. അതിർത്തിക്ക് ഇരുവശങ്ങളിലും എന്ത് ചെയ്തു? മതത്തിന്റെ പേരിൽ ഒരു സമുദായം മറു സമുദായത്തെ കൊന്നൊടുക്കിയിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങൾ എന്ത് ചെയ്തു? സാമുദായിക മേഖലകളായിട്ട് മാറി. സാമുദായിക മേഖലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ മുസ്ലിം മതവിശ്വാസികളായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് തങ്ങാൻ പറ്റാത്തൊരിടം ഉണ്ടായി. ഇനി മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസിൽ ഹിന്ദുക്കൾക്കോ സിഖുകാർക്കോ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി. ഇനി നമ്മൾ അതിനുശേഷം പറയുന്ന കോൺസിക്വൻസിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, the people who were forced to run away from their native places, leaving their houses and to undergo severe hardships. അതായത് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവർ അധിവസിക്കുന്ന സ്ഥലങ്ങൾ വിട്ട് അല്ലെങ്കിൽ വീടുകൾ വിട്ട് അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ വിട്ട് മറു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഈ വിഭജന സമയത്തെ ഒരു കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു അവസ്ഥയാണ്. The people who were forced to run away from their native place, അല്ലെ, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെ, അല്ലെങ്കിൽ അവരുടെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് മറു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അതായത് ന്യൂനപക്ഷങ്ങളായ ആൾക്കാർക്ക് മറു സൈഡിലേക്ക് പോകേണ്ടതായി വന്നു. അത് വിഭജനത്തിന്റെ ഒരു പ്രത്യാഘാതമാണ്.
ഇനി ഇവര് എത്തപ്പെട്ടത് അല്ലെങ്കിൽ വീടും നാടും രക്തബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഇവർ എത്തപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? റെഫ്യൂജി ക്യാമ്പുകളിലാണ് അവർ എത്തപ്പെട്ടത്, അഭയാർത്ഥി കേന്ദ്രങ്ങളിലാണ് അവർ എത്തപ്പെട്ടതെന്നും അവരുടെ ലൈഫ് വളരെയധികം എന്താണ് മിസറബിളാണ്, അല്ലെങ്കിൽ എന്താണ് അർത്ഥശൂന്യമായ ഒരു അവസ്ഥ അല്ലെ, അല്ലെങ്കിൽ ജീവിതം ഒന്നിനും കൊള്ളാത്ത ഒരു സ്ഥിതിവിശേഷം ഈ കാലയളവില് ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്വന്തം നാടും വീടും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ച് അവർ എത്തപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവിടെ അവരുടെ ജീവിതം ദുസ്സഹപൂർണമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഈ കാലയളവിൽ ഉണ്ടായി. ഇത് വിഭജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതമാണ് എന്ന് പറയാം. സർവ്വസ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വിഭജനത്തിന് മുമ്പ് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഭജനത്തിന് ശേഷം അല്ലെങ്കിൽ ചെന്നെത്തപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർക്ക് മുൻ കാലയളവിൽ അവർ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഈ എത്തപ്പെട്ട സ്ഥലത്ത് റെഫ്യൂജി ക്യാമ്പുകളിൽ ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇങ്ങനെ പറയാം, ദ പീപ്പിൾ ഹു വേർ ഫോഴ്സ്ഡ് ടു റൺ അവേ ഫ്രം ദെയർ നേറ്റീവ് പ്ലേസസ് ലീവിംഗ് ദെയർ ഹൗസസ് ഹാഡ് ടു അണ്ടർഗോ സിവിയർ ഹാർഡ്ഷിപ്പ്. അതായത് അവരുടെ വീട്, നാട്, രക്തബന്ധം അല്ലെ, ആ ബന്ധുത്വമൊക്കെ ഉപേക്ഷിച്ച് അവർക്ക് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവരെത്തപ്പെട്ടത്. അവിടെ അവരുടെ ജീവിതം ദുസ്സഹപൂർണമായിരുന്നു. ദേ ഹാഡ് ടു ട്രാവൽ ടു ദി അതർ സൈഡ് ഓഫ് ദി ബോർഡർ ബൈ ഫുട്ട്. അതായത് അതിർത്തിയുടെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് കാൽനടയായിട്ട് പോലും അവർക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ത്യാഗം ആ ജനങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പറയാം, ദേ ഹാഡ് ടു ട്രാവൽ ടു ദി അതർ സൈഡ് ഓഫ് ദി ബോർഡർ ബൈ ഫുട്ട്. അതായത് അതിർത്തിയുടെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കാൽനടയായിട്ട് പോലും സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ജീവനം കൊണ്ട് ഓടിയ സമയത്ത് അല്ലെങ്കിൽ എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അത്രത്തോളം ത്യാഗം അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അത് വിഭജനത്തിന്റെ ഒരു പ്രത്യാഘാതമാണ്. ഇനി അത് മാത്രമല്ല, ഈ അതിർത്തിയുടെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ യാത്രാ മധ്യേ അല്ലെ, ഇവൻ ഡ്യൂറിംഗ് ദിസ് ജേർണി ദേ വർ അറ്റാക്ക്ഡ്, കിൽഡ് ഓർ റേപ്ഡ്. അതായത് ജനങ്ങളെ സംബന്ധിച്ച് ഇത്രത്തോളം യാതനകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിർത്തിയുടെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് അവർക്ക് കാൽനടയായിട്ട് പോലും സഞ്ചരിക്കേണ്ടി വന്നു. ഈ യാത്രാ മധ്യേ ഒന്നുകിൽ അവർ ആക്രമിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്കിരയായിരുന്നു, അല്ലെങ്കിൽ അവരെ മാനഭംഗത്തിനിരയായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ പറയാം, ഇവൻ ഡ്യൂറിംഗ് ദിസ് ജേർണി ദേ വർ അറ്റാക്ക്ഡ്, കിൽഡ് ഓർ റേപ്ഡ് അല്ലെ. അതായത് സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയും മാനഭംഗത്തിനിരയാക്കിയിരുന്നു. അപ്പൊ അതൊക്കെ ഈ പറയുന്ന വിഭജനത്തിന്റെ പ്രത്യാഘാതമാണ്. മാത്രമല്ല, തൗസൻഡ്സ് ഓഫ് വിമൺ വെയർ അബ്ഡക്റ്റഡ്. ആയിരക്കണക്കിന് സ്ത്രീകളെ എന്ത് ചെയ്തു? അപഹർത്താക്കന്മാർ, അബ്ഡക്ടേഴ്സ്. അബ്ഡക്ടേഴ്സ് ആരാണ്? അപഹർത്താക്കന്മാര്. അവരെ അപഹരിച്ചുകൊണ്ട് പോകുന്നു. മാത്രമല്ല, they were forced to accept the religion of the abductors and to marry them. പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കുണ്ടായ മറ്റൊരു ദുരവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപഹർത്താക്കന്മാരുടെ മതം സ്വീകരിച്ച് മനസ്സില്ല എങ്കിൽ കൂടി അവരെ വിവാഹം കഴിക്കേണ്ടി വന്നു. താല്പര്യമില്ല എങ്കിൽ കൂടി ഈ അപഹർത്താക്കന്മാരുടെ മതം നിർബന്ധമായും സ്വീകരിക്കേണ്ടി വരികയും അവരെ വിവാഹം കഴിക്കേണ്ടതായിട്ടും വന്നു. ഇതൊക്കെ വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളാണ്. ഇനി അത് മാത്രമല്ല, ഈ സ്ത്രീകളുടെ ഈ ദുരവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി നടന്നു. എന്താണ്? In several cases, family members themselves killed to protect the family honor. അതായത് കുടുംബ മഹിമ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഈ സ്ത്രീകളെ എന്ത് ചെയ്യുന്നു? കൊന്നുകളയുന്നു അല്ലെ. അതായത് ഈ ആയിരക്കണക്കിന് സ്ത്രീകളെ അപകർത്താക്കന്മാരെ അപഹരിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഈ അപകർത്താക്കന്മാരുടെ മതം നിർബന്ധമായും സ്വീകരിക്കേണ്ടി വരുന്നു. അത് മാത്രമല്ല, അവരെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. അപ്പൊ ഈ അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്വന്തം കുടുംബങ്ങളിലെ പുരുഷന്മാർ തന്നെ സ്ത്രീകളെ കൊന്നുകളഞ്ഞിരുന്നു. ഇതെന്തിനു കാരണമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടു അല്ലേ, അമ്മമാരെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കാലയളവില് ഉണ്ടായി. മെയിൻലി ചിൽഡ്രൻ വെയർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ പാരന്റ്സ്. ഇനി പ്രധാനമായും ഈ വിഭജനത്തിന്റെ മറ്റൊരു പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ അല്ലെ ഈ കാലയളവില് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇത് വിഭജനത്തിന്റെ പ്രത്യാഘാതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. എന്നോട് പറയാം, the people who were forced to run away from their native places, leaving their houses, had to undergo severe hardship. അതായത് വിഭജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് സ്വന്തം നാടും വീടും ഉപേക്ഷിക്കപ്പെട്ട ധാരാളം ജനങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട അവരെത്തപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവരുടെ ജീവിതം വളരെയധികം പുസ്തകപൂർണമായിരുന്നു. ഇനി പലപ്പോഴും അതിർത്തിയുടെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് എന്ത് ചെയ്തു? കാൽനടയായിട്ട് പോലും സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. ഇങ്ങനെ
സഞ്ചരിക്കേണ്ടി വന്നിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഒന്നുകിൽ അവര് കൊലപാതകങ്ങൾക്കിരയായിരുന്നു, അതല്ലെങ്കിൽ അവര് മാനഭംഗത്തിനിരയായിരുന്നു, അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് അവരെപ്പോഴും വിധേയരായിരുന്നു. ഇനി ആയിരക്കണക്കിന് സ്ത്രീകളെ അപഹർത്താക്കന്മാർ എന്ത് ചെയ്തു? അബ്ഡക്ട് ചെയ്തു അല്ലെങ്കിൽ അപഹരിച്ചിരുന്നു. മാത്രമല്ല, they were forced to accept the religion of the abductors and to marry them. ഈ സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഭർത്താക്കന്മാരുടെ മതം അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. ഇഷ്ടമല്ലെങ്കിൽ കൂടി അവരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കേണ്ടി വന്നിരുന്നു. പിന്നെ ഇത് സ്വന്തം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? കുടുംബങ്ങളിലെ പുരുഷന്മാർ തന്നെ സ്ത്രീകളെ കൊന്നുകളയുന്നൊരവസ്ഥ. മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക് അവർക്ക് അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായി. ഇതൊക്കെ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാം. ശരി, അപ്പോ വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞതാണ് ആയിരക്കണക്കിന് സ്ത്രീകളെ അപഹർത്താക്കന്മാരെ അപഹരിച്ചു. അപ്പൊ മാത്രമല്ല, ഈ സ്ത്രീകളെ സംബന്ധിച്ച് അപഹർത്താക്കന്മാരുടെ മതം നിർബന്ധമായും സ്വീകരിക്കേണ്ടി വന്നു. അവരെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇത് കുടുംബങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ദുരന്തപൂർണമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ദുരവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബങ്ങളിലെ പുരുഷന്മാർ തന്നെ കുടുംബ മഹിമ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കൊന്നുകളയുന്നു. ഇത് എന്ത് ചെയ്തു? കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മാതാപിതാക്കൾ അവരുടെ പാരന്റ്സിനെയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജനത്തിന്റെ പ്രത്യാഘാതം നമ്മൾ പരിശോധിച്ചാൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അനദർ കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ വാസ് ദ റഫ്യൂജി പ്രോബ്ലം. അഭയാർത്ഥി പ്രശ്നമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അഭയാർത്ഥി പ്രശ്നം നോക്കിയേ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് 80 lakhs people were forced to മൈഗ്രേറ്റ് അക്രോസ് ദി ബോർഡർ. നോക്കിയേ, കണക്കുകൾ സൂചിപ്പിക്കുന്ന ഇതാണ്. ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതിർത്തിക്ക് അപ്പുറത്തേക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവർക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് 80 lakhs people were forced to migrate across the border. അവർക്ക് നിർബന്ധമായും ഒരു സ്ഥലത്ത് നിന്ന് മറു സൈഡിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്കാണ് അങ്ങനെ നിർബന്ധമായും മാറേണ്ടി വന്നത്. ഇന്നൊക്കെ ബിറ്റ്വീൻ 8 to 10 lakh people were killed in the violence following the partition. ഇനി മറ്റൊരു കണക്കെന്ന് പറയുന്നത്, ഈ വിഭജനത്തെ തുടർന്നുണ്ടായ വയലൻസില് അല്ലെങ്കിൽ അക്രമങ്ങളില് ഏതാണ്ട് 8 മുതൽ 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാര് പലപ്പോഴായിട്ട് എന്ത് ചെയ്തു? കൊല ചെയ്യപ്പെട്ടു. ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് അതിർത്തിക്കപ്പുറത്തേക്ക് നിർബന്ധമായി മാറേണ്ടതായിട്ട് വന്നവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ 8 മുതൽ 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് വിഭജനത്തോടനുബന്ധിച്ചുള്ള വിവിധ ആക്രമണങ്ങളിൽ എന്ത് ചെയ്തു? അവർക്ക് കൊലപാതകങ്ങൾക്ക് അവര് ഇരയായി, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി വേറെ പ്രത്യേകത, മെനി റൈറ്റേഴ്സ്, പോയിറ്റ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഷോക്കിംഗ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ദെയർ വർക്ക്സ് ദ സഫറിംഗ്സ് ഓഫ് റെഫ്യൂജീസ്. നമുക്കറിയാം, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ആർക്കാണ്? എഴുത്തുകാര്, ഫിലിം മേക്കേഴ്സ്, പോയറ്റ്സ്, അവരൊക്കെ എന്ത് ചെയ്തു? ഈ ജനങ്ങൾ നേരിടുന്ന യാതനകളെ പ്രമേയമാക്കിക്കൊണ്ട് സിനിമകളും അതുപോലെ തന്നെ കവിതകളും അതുപോലെ തന്നെ എഴുത്തൊക്കെ എന്ത് ചെയ്തു? നടത്തി. സർഗാത്മകമായ രചനകളൊക്കെ അവർ എന്ത് ചെയ്തു? നടത്തി. അതിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോഴത്തേക്ക് ധാരാളം അഭയാർത്ഥികൾ ഉണ്ടായി. അവരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അവർ അഭിമുഖീകരിച്ച യാതനകൾ, പ്രശ്നങ്ങൾ, അതിനെ പ്രമേയമാക്കിക്കൊണ്ട് ഇന്ത്യയിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും സിനിമാ നിർമ്മാതാക്കളും ഫിലിം മേക്കേഴ്സ്, അതുപോലെ തന്നെ പോയറ്റ്സ്, കവികള്, അതുപോലെ തന്നെ നോവലിസ്റ്റുകൾ, അവരൊക്കെ എന്ത് ചെയ്തു? രചനകൾ നടത്തി. മാത്രമല്ല, they used the term partition hurts to describe the wounds of partition. ഈ വിഭജനത്തിന്റെ മുറിവ് അല്ലെങ്കിൽ ആ യാതനകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന വാക്കെന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഓഫ് ഹേർട്സ് എന്നാണ്. ഹൃദയ വിഭജനം എന്ന വാക്കാണ് ഈ കവികൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അതായത് ഇങ്ങനെ പറയാം, they used the term partition of hurts to describe the wounds of partition. വിഭജനത്തിന്റെ മുറിവ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കവികൾ ഉപയോഗിച്ചിരുന്ന പദമാണ് എന്നറിയപ്പെടുന്ന പാർട്ടീഷൻ ഓഫ് ഹേർട്സ്, ഹൃദയ വിഭജനം. ഒന്നായി കിടന്നിരുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചു. ഏക സഹോദരങ്ങളെ പോലെ കിടന്നിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന ആൾക്കാരെ എന്ത് ചെയ്തു? രണ്ടിടങ്ങളിലായി മാറ്റി. പാർട്ടീഷൻ ഓഫ് ഹേർട്സ്, ഹൃദയ വിഭജനം എന്ന് പറയുന്ന വാക്കാണ് എന്ത് ചെയ്തത്? കവികള് ഉപയോഗിച്ചിരുന്നത്. അപ്പോ വിഭജനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്.
അഭയാർത്ഥി പ്രശ്നമാണ്. അനദർ കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ വാസ് ദ റഫ്യൂജി പ്രോബ്ലം. അല്ലെങ്കിൽ എന്താണ് വിഭജനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നം അഭയാർത്ഥി പ്രശ്നമാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്ന ഇതാണ്. ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ അതിർത്തിയുടെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതിൽ ഏതാണ്ട് 8 മുതൽ 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ ഈ വിഭജനത്തോടനുബന്ധിച്ചുള്ള വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇനി many writers, poets and film makers in India and Pakistan shockingly described in their works സഫറിങ്സ് ഓഫ് റെഫ്യൂജീസ്. അതായത് ഈ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവര് നേരിട്ടിരുന്ന യാതനകൾ അതിനെ പ്രമേയമാക്കിക്കൊണ്ട് ഇന്ത്യയിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ഫിലിം മേക്കേഴ്സ്, അതുപോലെ തന്നെ പോയിറ്റ്സ് കവികൾ, അതുപോലെ തന്നെ നോവലിസ്റ്റുകൾ അവരെന്ത് ചെയ്തു? എഴുത്തുകൾ, രചനകൾ നടത്തി. ഇപ്പോ സിനിമാ നിർമ്മാതാക്കൾ അതിനെ പ്രമേയമാക്കിക്കൊണ്ട് സിനിമ, കവികളാണെങ്കിൽ കവിതകൾ, അതുപോലെ തന്നെ നോവലിസ്റ്റുകളാണെങ്കിൽ നോവലുകൾ. അപ്പോ അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ നേരിടുന്ന യാതനകളാണ്. വിഭജനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വിഭജനവുമായി ബന്ധപ്പെട്ട യാതനകൾ. അപ്പൊ അതിനെ പ്രമേയമാക്കിക്കൊണ്ട് സിനിമകളും കവിതകളും ഒക്കെ എന്ത് ചെയ്തു? തയ്യാറാക്കപ്പെട്ടു. അത് മാത്രമല്ല ഈ കവികൾ ഹൃദയ വിഭജനം എന്ന് പറയുന്ന വാക്കാണ് അല്ലെങ്കിൽ ഒരു പദസമുച്ചയമാണ് എന്ത് ചെയ്തത്? വിഭജനത്തോടനുബന്ധിച്ച് ജനങ്ങൾ നേരിട്ടിരുന്ന യാതനകളെ അവർ ചിത്രീകരിച്ചിരുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന വാക്ക് ഇതാണ് പാർട്ടീഷൻ ഓഫ് ഹേർട്സ്. ദേ യൂസ്ഡ് ദി ടേം പാർട്ടീഷൻ ഓഫ് ഹേർട്സ് ടു ഡിസ്ക്രൈബ് ദ വൂൺസ് ഓഫ് പാർട്ടീഷൻ. വിഭജനവുമായി ബന്ധപ്പെട്ട ആ മുറിവ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന ആ കാര്യങ്ങളെ അല്ലെങ്കിൽ അവർക്ക് സഹിക്കേണ്ടി വന്ന ആ യാതനകളെ അല്ലെ, അപ്പൊ അതിന് അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് പാർട്ടീഷൻ ഓഫ് ഹേർട്സ്. അപ്പൊ നമ്മൾ വിഭജനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ട അതിന്റെ ബാക്കി കാര്യങ്ങളാണ്. പാർട്ടീഷൻ വാസ് നോട്ട് മിയർലി എ ഡിവിഷൻ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെറ്റീരിയൽസ്. Then along with them tables, chairs, typewriters and paper clips, books and even musical instruments of police bamboo were divided and shared between the two states. നോക്കിയേ, ഈ വിഭജനം എന്ന് പറയുന്നത് സമ്പാദ്യത്തിന്റെയോ ബാധ്യതകളുടെയോ അല്ലെങ്കിൽ ഭരണപരമായ സാമഗ്രികളുടെയോ മാത്രം വീതം വയ്ക്കലായിരുന്നില്ല. പകരം രണ്ട് രാജ്യങ്ങൾക്ക് വിഭജിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. ടേബിൾസ്, ദെൻ ചെയേഴ്സ്, രാജ്യങ്ങൾക്കുള്ള ടൈപ്പ് റൈറ്റേഴ്സ്, ദെൻ പേപ്പർ ക്ലിപ്സ്, ദെൻ ബുക്ക്, പോലീസ് ബാൻഡ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്തു? രണ്ട് രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധന സാമഗ്രികളും എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ദ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ദ റെയിൽവേ സ്റ്റാഫ് വെയർ ഓൾസോ ഡിവൈഡഡ്. സർക്കാർ ജീവനക്കാരെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാഫിനെ പോലും ഇത് രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? വിഭജിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പാർട്ടീഷൻ വാസ് നോട്ട് നിയർലി എ ഡിവിഷൻ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെറ്റീരിയൽസ്. വിഭജനം എന്ന് പറയുന്നത് സമ്പാദ്യത്തിന്റെയോ ബാധ്യതകളുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് മെറ്റീരിയൽസിന്റെയോ മാത്രം വീതം വയ്ക്കലായിരുന്നില്ല. പകരം ഈ കാര്യങ്ങൾ കൂടി രാജ്യത്തിനകത്തുള്ള മേശ, കസേര, ടൈപ്പ് റൈറ്റർ, പേപ്പർ ക്ലിപ്പ്, ദെൻ പോലീസ് ബാൻഡ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ എന്താണ് സംഗീത ഉപകരണങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തു? ഇത് രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ വേദനാജനകമായ ഒരു വിഭജനമായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ രാജ്യങ്ങളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാഫിനെ പോലും എന്ത് ചെയ്തു? ഇതിന്റെ സമയത്ത് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ പാർട്ടീഷൻ വാസ് നോട്ട് നിയർലി എ ഡിവിഷൻ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെറ്റീരിയൽസ്. അലോങ് വിത്ത് ദം ടേബിൾസ്, chairs, typewriters, paper clips, books and even musical instruments of police bamboo were divided and shared between the two states. രണ്ട് രാജ്യങ്ങൾക്കായി എന്ത് ചെയ്തു? രാജ്യങ്ങളിലുള്ള മേശ, കസേര, ടൈപ്പ്റൈറ്റർ, പേപ്പർ ക്ലിപ്പ്, അതുപോലെ തന്നെ പോലീസ് ബാൻഡ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ എന്താണ് സംഗീത ഉപകരണങ്ങൾ പോലും ഈ രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ റെയിൽവേ ജീവനക്കാരെയും പോലും ഈ രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതും നമ്മള് കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷനകത്ത് ഇന്ന് പ്രധാനമായും പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ. ഇത് ഒരു 6 മാർക്കിന് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വിഭജനം. നമ്മൾ പറഞ്ഞു മാനവ ചരിത്രം അന്നേ വരെ കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുരന്തപൂർണവും അതുപോലെ തന്നെ എന്താണ് വിശാലവും അനാസൂത്രിതവുമായ ഒരു മനുഷ്യ കൈമാറ്റം നടന്ന കാലയളവാണ് 47 എന്നും. അതുപോലെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും മനുഷ്യ കൈമാറ്റം ഉണ്ടായി.
ഈ യാത്രാമധ്യേ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള യാത്രാമധ്യേ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ദുരിതപൂർണമായ ജീവിതം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് സ്ത്രീകളെ അപഹർത്താക്കന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. മാത്രമല്ല ഈ സ്ത്രീകളെ സംബന്ധിച്ച് അപഹർത്താക്കന്മാരുടെ മതം അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. നിർബന്ധപൂർവം അവർക്ക് ആ മതം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. ഈ സ്ത്രീകളുടെ ഈ അവസ്ഥ അല്ലെങ്കിൽ എന്താണ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബങ്ങളിലെ പുരുഷന്മാർ തന്നെ സ്ത്രീകളെ കൊന്നുകളയുന്നൊരു അവസ്ഥയുണ്ടായി. ധാരാളം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ രക്ഷിതാക്കളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് അഭയാർത്ഥി പ്രശ്നങ്ങളാണ് നമ്മൾ അതിനകത്ത് പറയുന്നത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഇതാണ്. ഏതാണ്ട് 80 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതിനകത്ത് തന്നെ 8 മുതൽ 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ വിഭജനത്തോടനുബന്ധിച്ചുള്ള വിവിധ ആക്രമണങ്ങൾ എന്ത് ചെയ്തു കൊല ചെയ്യപ്പെട്ടു. പിന്നെ നമ്മൾ അതിനുശേഷം പറഞ്ഞതാണ് ഈ പറയുന്ന വിഭജനം എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തിന്റെയോ അല്ലെങ്കിൽ എന്താണ് അസറ്റിന്റെയോ ലയബിലിറ്റിയുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് മെറ്റീരിയൽസിന്റെയോ മാത്രം വീതം വയ്ക്കലായിരുന്നില്ല. പകരം രാജ്യങ്ങൾക്കകത്തുള്ള ചുരുക്കം പറഞ്ഞാൽ മേശ, കസേര, ടൈപ്പ് റൈറ്റർ, പേപ്പർ ക്ലിപ്പ്, അതുപോലെ പോലീസ് ബാൻഡ് ഗ്രൂപ്പിന്റെ സംഗീത ഉപകരണങ്ങൾ പോലും ഇത് രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു. പിന്നെ റെയിൽവേ സ്റ്റാഫ് അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിനെ പോലും എന്ത് ചെയ്തു രാജ്യങ്ങൾക്കായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു.